ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ ഉച്ചയാവാറായി. 12 മണിയാവും, 11 മണിയായിരുന്നു. ഇതെനിക്കൊരു ഓഫുള്ള ഒരു ഡേ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് നല്ലോണം ഉറങ്ങാറ്. എൻ്റെ ഫ്രണ്ട് എന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വിളിച്ചായിരുന്നു, പക്ഷെ ഞാൻ മടി കാരണം എഴുന്നേറ്റില്ല. ഇനി എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചായ ഉണ്ടാക്കി കുടിക്കാം. സോ ഒരു ഓഫുള്ളൊരു ഡേ പോലെ ഒരു വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ. രാവിലെ എണീറ്റിട്ട് നമുക്ക് വെറുതെ ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കും. ഒരു ചെറിയൊരു റീഫ്രഷ്മെൻറ്റ് പോലെ. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ എന്നെ നോക്കിയിടാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് ഇപ്പോൾ വന്നുള്ളൂ. ഞാൻ യൂഷ്വലി പണ്ടൊക്കെ നമ്മൾ ഈ കുളിക്കുന്ന ടവലൊക്കെ വെച്ചിട്ട് എന്നെ തുടയ്ക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മുഖത്ത് കൂടുതൽ ഇങ്ങനെ ഇപ്പോഴും കുരുവൊക്കെ ഉണ്ട്, പക്ഷെ നല്ല വൃത്തികേടായിട്ടിരിക്കുന്നു എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഒന്നില്ലെങ്കിൽ ഞാൻ എന്താ ടിഷ്യൂ വെച്ചിട്ട് ഞാൻ തുടയ്ക്കും. ഇപ്പോൾ കുറേയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് തന്നെ അങ്ങ് ഉണങ്ങുമല്ല, അതാ കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു. ടൈമൊക്കെ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അല്ലാത്തപ്പോൾ ഞാൻ ടിഷ്യൂ വെച്ചാണ് തുടയ്ക്കാറ്. അതിനുശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്യാം. ഇതൊരു സ്കിൻ കെയർ വീഡിയോ അല്ല, എനിക്കറിയാവുന്ന കുറച്ച് ടിപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാണ്. പിന്നെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റ് ഉണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നതിനേക്കാളും. ഇതൊരു മിററുണ്ട്. ഇവിടെ ഒരു പിമ്പിൾ ഇപ്പോൾ പൊട്ടാറായി എന്ന് പറഞ്ഞ പോലെ നിൽക്കുകയാണ്. സോ ഇത് നല്ലോണം ഒന്ന് ഉണങ്ങട്ടെ. നമുക്ക് പിന്നെ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഇത് ടിൻറ്റഡ് ഒന്നുമല്ല, ആ ലിപ്പിൻ്റെ ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണ് ഇതിലേക്കൊക്കെ പോയി തുടങ്ങിയത്. അധികമൊന്നും ഇടുന്നതിനും കുറച്ചൊക്കെ ഇടാം. Let it dry. പിന്നെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യും. ഇതെൻ്റെ ചെറിയൊരു ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാനുള്ളൊരു ചെറിയ സ്കിൻ കെയർ അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ കൊറിയൻ ഗ്ലാസി സ്കിൻ ഒന്നുമല്ല. സോ ഇത്രേ ഉള്ളൂ രാവിലത്തെ ഒരു ഫ്രഷ് ആവുന്ന ഇവിടെയെങ്കിലും. നിങ്ങളിതാ ബാക്കിലെ ഒരു കോലം കണ്ടില്ലേ? ഇത് ഞാൻ എത്ര വൃത്തിയാക്കിയാലും അങ്ങനെ തന്നെ, കാരണം നമ്മൾ തന്നെയാണല്ലോ ഇവിടെ താമസിക്കുന്നത്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ കുറേ എഴുതാനുണ്ട്. പിന്നെ അത് നമുക്ക് ചായ ഉണ്ടാക്കാം. സോ നമുക്കതിലേക്ക് പോവാം.
എഡിറ്റ് ചെയ്തപ്പോൾ ക്ലിപ്പിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് ഗൈസ്. അപ്പോൾ ഞാൻ അതിനകത്ത് പഞ്ചസാര, പാൽപ്പൊടി ആൻഡ് ചായപ്പൊടിയൊക്കെ ഇടാണ്. ആൻഡ് എന്നെ സംബന്ധിച്ച് എല്ലാം ഞാൻ പാത്രം വഴി കമത്തുന്ന ആളാണ്. അത് വീട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും എനിക്കിങ്ങനെ ഓരോന്നും സ്പൂണൊക്കെ വെച്ച് എടുക്കുന്ന ശീലം തീരെയില്ല. എന്നെപ്പോലെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. കണ്ട, ഞാൻ ആ ചായപ്പൊടീൻ്റെ ആ കവർ പോലും കളഞ്ഞിട്ടില്ല, അങ്ങനെ ഞാനെടുത്ത് കമത്തുകയാണ്. സോ ഇതാണൊരു തട്ടിക്കൂട്ടൽ ചായ. സാധാരണ ഞാനിങ്ങനെ രാവിലെ ഓഫുള്ള ദിവസമൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ പതുക്കെ ചില്ല് ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കാറ്. കാരണം എനിക്ക് പെട്ടെന്ന് ഹറിബറിയായിട്ടൊന്ന് ഒരു ഡേ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ എനിക്കെന്തോ ഒരു നെഗറ്റീവ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമായിരിക്കുമല്ലോ. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അതെനിക്ക് നല്ല വിഷമമുണ്ട്. ബിക്കോസ് എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു, കയ്യിലാകെ റിസ്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് രാവിലെ ഫുഡിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഉറക്കമാണ്. എനിക്ക് ഉറക്കം വിട്ടൊരു കളിയില്ല. ഞാനിങ്ങനെ നിങ്ങളും അങ്ങനെയാണോയെന്ന് എനിക്കല്ല, ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എത്ര മണിക്കൂർ ഉറക്കം കിട്ടും, എത്ര മണിക്കൂർ ഉറങ്ങാൻ പറ്റും. എനിക്കതൊക്കെ വളരെ സ്പെസിഫിക്കായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ ഈ നൈറ്റ് ഡ്യൂട്ടി വരുമ്പോൾ അതാകെ അവതാളത്തിലാവും. പക്ഷെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് രാവിലെ ഫുള്ള് ഉറങ്ങും. ഒന്നും പറയണ്ട, റൂമാണെങ്കിൽ നല്ല വൃത്തികേടായിട്ടുണ്ട് ഗൈസ്. നല്ല വൃത്തികേടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അടിച്ചിട്ടില്ല, തുടച്ചിട്ടില്ല, വാരിയിട്ടില്ല, എല്ലാം ചെയ്തിട്ട് കുറച്ചധികം എനിക്ക് വന്നിട്ട് അധികമായിട്ടില്ല. ഞാൻ ഈ റീസെൻ്റ്ലി ഒരു ക്ലീനിങ് വീഡിയോ ഇട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ ഒറ്റ സ്നാപ്പിൽ ക്ലീൻ ചെയ്യുന്ന പോലെയൊക്കെ തോന്നുമെങ്കിലും അത്ര സിമ്പിളല്ല. കുറച്ചധികം പണിയെടുത്താലേ അതൊക്കെ. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാണ് ഗൈസ്. ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് കുറേ ആയി. ഞാൻ വിചാരിച്ചു ഞാൻ ആ കാര്യം വിട്ടുപോയി. ഇനി അതുകൊണ്ടാണോ ഇനി മുഖത്ത് നിറയെ കുരുക്കളൊക്കെ വരുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഈ ഒരു മാസം ഫുള്ള് കുറേ നൈറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വരിക നേരെ കിടക്കുക, എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോവുക, ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് ഒരു ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയൊക്കെ ആയത്. പിന്നെ ഇനി ഒരു 3 ഡേയ്സ് കൂടുമ്പോൾ ഷിഫ്റ്റ് മാറും. അതുകൊണ്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്ക് ഇന്ന് ഓഫും കൂടി കിട്ടിയപ്പോൾ എനിക്ക് കുറച്ചധികം സമയം കിട്ടി. ആൻഡ് കുറേ കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. എങ്കിലും ഞാൻ വിചാരിച്ചു അതേ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുമ്പോൾ പകുതി ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാവും. എനിക്ക് വീട്ടിലാണെങ്കിൽ ഞാനൊരു പണിയെടുക്കില്ല, അതാകുമ്പോൾ അമ്മ ചെയ്തോളും. പക്ഷെ എനിക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്കിങ്ങനെ റൂം വൃത്തികേടാവുന്നൊന്നും ഇഷ്ടമല്ല. ബിക്കോസ് നമ്മളുടെ റൂമിൽ വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുമ്പോൾ പറയുമല്ലോ, ഓ ആ കുട്ടിക്ക് വൃത്തിയില്ല എന്ന് പറയുമല്ലോ. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ആ ഇരിപ്പ് കണ്ടാൽ മനസ്സിലാവും തളർന്ന് കുത്തിയിരിക്കുകയാണ് പണിയൊക്കെ കഴിഞ്ഞിട്ട്. റൂമൊക്കെ അത്യാവശ്യം ഒന്ന് വൃത്തിയായി, നല്ല ക്ഷീണിച്ചു. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. നേരത്തേക്കാളും കുറച്ചൊക്കെ നല്ലോണം വൃത്തിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും 5 മിനിറ്റത്തേക്കേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുമ്പോൾ മെസ്സിലാണ് ഫുഡ് കഴിക്കാൻ പോകണം, അങ്ങോട്ട് ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വയറ് നല്ല നിറഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷെ അറിയോ, ക്ലീൻ ചെയ്തുകൊണ്ട് ഭയങ്കര വേർത്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിക്കാമെന്ന്. കുളിച്ചിട്ട് വന്നിട്ട് കുറേ എഴുതാനുണ്ട്. അത് വേറെ കാര്യം, മടിയാണ്. ഇന്ന് ഓഫുള്ളതുകൊണ്ട് ഞാനിന്ന് കുറേ എല്ലാം എഴുതി വെക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ വളരെയധികം മടിയുള്ളതുകൊണ്ട് പക്ഷെ എഴുതണം. അപ്പം ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് വന്നിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട് എഴുതിയാലോ അല്ലെങ്കിൽ എഴുതിയിട്ട് ഉറങ്ങിയാലോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. സോ നമുക്ക് അതിൻ്റെ കുടിക്കാം. ചായക്ക് കുടിക്കാതിരിക്കുകയാണ്. സമയം എന്താ 5 മണി ആവാറായി. ഞാൻ കുളിക്കുന്ന ഇപ്പം സമയം ഞാൻ വിചാരിച്ചു കുറച്ചൊരു ഉറങ്ങാമെന്നൊക്കെ. പക്ഷെ എന്താ പറയാനാ, ബാത്റൂമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ കഴുകി വന്നപ്പോഴേക്കും ഈ സമയമായി.
മുടി ഉണങ്ങിയിട്ടില്ല, ഞാൻ കെട്ടി വെക്കാത്ത. ഞാൻ വിചാരിച്ച് ഉറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന്. പക്ഷേ ഇന്ന് ഓഫുള്ള ദിവസമുണ്ട്, എന്തെങ്കിലും കുറേ എഴുതി വെക്കാനുണ്ട്, എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് ശേഷം ഒന്നും നടന്നില്ല. പെട്ടെന്ന് ഓഫുള്ള ദിവസം പെട്ടെന്ന് പോകും, ഡ്യൂട്ടിയുള്ള ദിവസമാണെങ്കിൽ എന്നായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് ഞാൻ അടുത്ത പരിപാടികളിലേക്ക് പോട്ടെ. മറ്റേ ചായക്ക് വെള്ളം കൂടുമ്പം എന്താ പറയുക, അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഏലക്ക ഇടുന്നുണ്ട് കേസ്. പക്ഷെ ഞാൻ കണ്ടുപിടിക്കുന്നില്ല. ഏലക്ക ഇട്ടതിന് ആ വെള്ളം കൂടിയതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. എന്തൊക്കെ കള്ളത്തരങ്ങളാണ്. ഇപ്പം മെസ്സിലെ ഫുഡ് തീരെ പറ്റാണ്ട അവസ്ഥയായി. പണ്ടൊക്കെ പഴയ മാസം ഉണ്ടായിരുന്നപ്പോൾ ചിക്കൻ്റെ പീസ് ഇത്രയെങ്കിലും ഉണ്ടായനെ ഒരു ദിവസം കബാബൊക്കെ തരുമ്പോൾ. ഇപ്പം ഇതാ ഇത്ര എന്തിനാ തരുന്നതെന്ന് എനിക്കറിയില്ല. ഇത് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയെങ്കിലും ഈ വീഡിയോ എങ്കിലും കണ്ടു നിങ്ങൾ നല്ല ഫുഡ് തരാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസ്ഥയാണ് ഗൈസ്. നിങ്ങൾക്ക് ഹോസ്റ്റലിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ വീട്ടിലിരിക്കാൻ താല്പര്യമുള്ളവർ ഹോസ്റ്റലിലേക്ക് പോവാം. വീട്ടിലിരിക്കുന്നവർ വണ്ണം കുറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോവാം. നിങ്ങൾക്ക് പണിയൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വരിക. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒറ്റപ്പെടലൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഹോസ്റ്റലിലേക്ക് വരാം. ഇങ്ങനെയുള്ളവർക്കൊക്കെ വരാവുന്ന സ്ഥലമാണ് ഹോസ്റ്റൽ. പക്ഷെ നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. വരയ്ക്കുക. എനിക്കെന്താ ഇവിടെ ബുക്ക് വേണ്ട, എനിക്ക് ബുക്കിൽ എഴുതാൻ ഇഷ്ടം. അത് എടുക്കാനുള്ള മടി കൊണ്ടാണ് നിന്റെ അടുത്ത് തരാൻ ഞാൻ പറഞ്ഞത്. ലെസൺ പ്ലാൻ ഇല്ലേ കയ്യില്? എന്തിലേക്ക്? എന്താ ഓഡിയൻസ്? ഓഡിയൻസ് ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് അപ്പൊ എന്റെ കെയർ ഓഫ് കോഡ് അപ്പം മദറാണ്. അല്ലെങ്കിൽ പ്രൈമി അങ്ങനെ. എൻ്റെ കൈയൊക്കെ ഉണ്ടെങ്കിൽ നല്ല തലവേദന എടുക്കണം. എൻ്റെ കോലം കണ്ടിട്ട് ഞെട്ടണ്ട. സോ അപ്പം ഞാനിങ്ങനെ മുഖമൊക്കെ കഴുകിയിട്ട് ഗോയിങ് ടു സ്ലീപ്പ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ എഴുതി മടുത്ത് ഗൈസ്. ഞാനിപ്പോൾ പഠിക്കുന്നതാണെങ്കിൽ എഴുതുന്നതാണെങ്കിൽ ഞാൻ എക്സോസ്റ്റഡായിട്ട് ഫീൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് ചെയ്യില്ല. അപ്പോൾ തന്നെ അതൊക്കെ എടുത്ത് വെക്കും. അങ്ങനെ ഞാൻ പോയിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ ഡോളോ കുടിച്ചിട്ടുണ്ട്. എനിക്കിന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ തലവേദന, എന്താ കാര്യം എന്നൊന്നും അറിയില്ല. അതിന് ശേഷം പിന്നെ ഞാനൊരു ലിപ് ബാം മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ മുഖത്തേക്ക് ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ വിൽ ബി ബാക്ക് വിത്ത് മോർ വീഡിയോസ്. ബൈ.